ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പവിത്രയുടെയും വേണുവിന്റെയും മകളാണ് വർഷ. വേണു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. പ്രീതയുടെയും മധുവിന്റെയും മകൾ പ്രിയ. പത്മയുടെയും രാജഗോപാലിന്റെയും മകളാണ് കുലീനവതിയായ രാധിക. ഈ പറഞ്ഞ പെൺതരികളെ കടത്തിവെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നവളാണ് നമ്മുടെ അഞ്ജലി. ദേവന്റെയും രേവതിയുടെയും മകൾ. അറിയാലോ, രുദ്രദേവ് വർമ്മയുടെ ഭാര്യ ദേവിക രുദ്രദേവ് വർമ്മയുടെ സഹോദരനാണ് ഈ ദേവൻ. നമ്മുടെ കോഴി ദേവൻ സാർ. കിച്ചണിലെത്തിയ വർഷ കാണുന്ന കപ്പിലേക്ക് കോഫി പകർത്തുന്ന ദേവികയാണ്. തൊട്ടടുത്ത് തന്നെ ദേവന്റെ ഭാര്യ രേവതിയുമുണ്ട്. അമ്മായി. വർഷ ഓടി വന്ന് ദേവികയെ വട്ടം പിടിച്ചതും അതത്ര കണ്ട് രസിക്കാത്ത മട്ടിൽ രേവതി മുഖം വെട്ടിച്ച് കളഞ്ഞു. അമ്മായി, വൈനും വിളിച്ചോ? ഇന്ന് വരില്ലോ അല്ലേ? അവന്റെ പരിക്കൊക്കെ ഭേദായോ? കൊഞ്ചിക്കുഴഞ്ഞ് തേനിറ്റ് വീഴും പോലെ വർഷ ചോദിച്ചു. അവൻ വരുമ്പോ താൻ തന്നെ നേരിട്ട് ചോദിച്ചോളൂ. ഞാൻ പറയുന്നതിനേക്കാൾ അതല്ലേ നല്ലത്. പതിവ് പോലെ അത്ര വലിയ അടുപ്പൊന്നും കാണിക്കാതെ പറഞ്ഞുകൊണ്ട് ദേവിക ഒരു പുഞ്ചിരിയോടെ തന്നെ കോഫിയുമായി പുറത്തേക്ക് നടന്നു. ഏറ്റില്ല. വർഷ മനസ്സിലായി പറഞ്ഞുകൊണ്ട് നോക്കിയത് രേവതിയുടെ മുഖത്തേക്കാണ്. ആ വളിച്ച നോട്ടം കണ്ടതും അവൾ നല്ലോണം നിളിച്ചു കാട്ടി. അഞ്ജലിക്ക് സുഖാണ് ആന്റി? ചോദിക്കേണ്ട താമസം. പൊങ്ങച്ചതിൽ PhD എടുത്ത രേവതി സർട്ടിഫിക്കറ്റുകൾ നിരത്തി. ഓ, എന്ത് സുഖം. എന്റെ മോൾക്ക് തീരെ വയ്യ. കണ്ണേറാ. പുറത്തോട്ട് ഇറങ്ങിയ നാട്ടുകാർ വളഞ്ഞിട്ട് ഫോട്ടോ എടുപ്പല്ലേ. ഒറ്റ സിനിമ കൊണ്ട് എൻ്റെ മോളെ ഇപ്പം ഈ ലോകം മൊത്തം അറിയാം. അതും ആകെ ഒരു പാട്ട് സീൻ മാത്രമാണ് റിലീസായത്. പിന്നെ വിച്ചൂട്ടിനുള്ളതാ എനിക്കാകെ സമാധാനം. അവൻ പൊന്നുപോലെ പൊതിഞ്ഞോണ്ട് നടപ്പാ. കാണാറില്ലേ വീഡിയോസൊക്കെ? പൊതിഞ്ഞോണ്ട് കിടക്ക അവളെന്താ കപ്പരണ്ടിയോ? തൊള്ളയുടെ ഒരു പൊങ്ങച്ചം. ആന്റി, വിച്ചൂട്ടിനല്ല, വൈരി. വിഷ്ണു നോക്കിയപ്പോൾ ആരും അവനെ വിളിക്കാറില്ല. അതറിയില്ല ആന്റിക്ക്? വർമ്മ കുടുംബത്തിൽ വലിഞ്ഞേറി വന്ന് താമസിക്കുന്ന രേവതിയും ദേവനെയും പിള്ളേർക്ക് പോലും അത്ര ഇഷ്ടമല്ല. ദേവികക്ക് അഞ്ജലി സ്വന്തം മകളെ പോലെയാണ്. ആ സ്നേഹം മുതലെടുത്താണ് ദേവന് കുടുംബം ഇവിടേക്ക് വന്ന് തങ്ങുന്നത്. എത്ര വലിയ സ്റ്റാർ ആയാലും അവൻ എന്റെ വിച്ചൂട്ടൻ തന്നെയാ കൊച്ചേ. എന്റെ അഞ്ജലി മോളുടെ മാത്രം വിച്ചൂട്ടൻ. വർഷയെ നോക്കി അത്രയെങ്കിലും പറയാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ വൈരിൻ അവരുടെ മകൾക്ക് മാത്രം സ്വന്തമാണെന്ന് സാരം. ശരിയാ, അഞ്ജലി വാമിക വിച്ചൂട്ടൻ ഒരമ്മ പെറ്റ മക്കളെ പോലെ അല്ലേ ആന്റി? എന്ത് തോന്നിയാ സൈപ്പെണ്ണ് വിളിച്ചു പോന്ന്. വർഷക്കിട്ടൊന്ന് പൊട്ടിക്കാൻ പോലും അവർക്ക് ആ നിമിഷം തോന്നി. ഒരമ്മ പെറ്റതോ? എടി കൊച്ചേ, നിന്റെയൊക്കെ മനസ്സിൽ ഇപ്പൊ അങ്ങ് വാങ്ങി വെച്ചേക്ക്. വൈരിന് പെങ്ങളടിക്കാൻ തൽക്കാലം വാമിക മോളുണ്ട്. എന്റെ മോളെ നൈസിന് നീ അവന്റെ പെങ്ങളാക്കാൻ നോക്കണ്ട കേട്ടോ. ദേവികൾക്ക് മരുമകളുടെ സ്ഥാനത്ത് അഞ്ജലി വരുന്നതിനോട് ഞാൻ താല്പര്യം. നീയൊക്കെ വേറെ ആമ്പിള്ളേരെ നോക്ക്. തൃപ്തിയായ പോലെ വർഷ അടുക്കള വിട്ടു. ഇനി നിന്ന വല്ലതും എടുത്തടിച്ച് ഈ തള്ളെ അങ്ങ് കൊല്ലാൻ തോന്നും. ഉച്ചയോടടുത്തും വർമ്മ മാൻഷനിലെ സ്ത്രീകളെല്ലാം ആരുടെയോ വരവ് കാത്തിരിക്കുന്ന പോലെ ഹാളിൽ ഒത്തുകൂടിയിരുന്നു. ദേവി ഇരിക്കുന്ന കസേരയുടെ എതിർവശത്തായി ജാനകി വർമ്മ സ്ഥാനം പിടിക്കുമ്പോൾ ഇരുവരും പരസ്പരം മുഖമുയർത്തി നോക്കിയത് കൂടിയില്ല. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പിടങ്ങിയിട്ട് കൊല്ലം കുറേയായി. വഴക്കോ ബഹളമോ ഒന്നുമില്ല. പക്ഷെ തമ്മിൽ മിണ്ടില്ല, അത്ര തന്നെ. ദേവികയുടെ അരികു പറ്റി രേവതിയും സ്ഥാനം പിടിച്ചു. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം സിനിമയിലെ 3 പെണ്ണുങ്ങളെ പോലെ 3 സഹോദരിമാർ വലിയ സോഫയിൽ ഞെളിഞ്ഞിരുന്നു. അതിന്റെ ഓപ്പോസിറ്റുള്ള സോഫയിൽ അവരുടെ 3 പുത്രിമാരിരിക്കാനായി ഓടി വന്നു. വർഷയും പ്രിയയും ഒരു ജീൻസും ടോപ്പുമാണ് വേഷം. രാധിക മാത്രം ഒരു ചുരിദാറാണ്. കട്ടിക കൺമഷിയൊക്കെ കണ്ണിൽ വരച്ച് ചുവന്ന പൊട്ടൊക്കെ കുത്തി ഐശ്വര്യ ആവാഹിച്ചുകൊണ്ട് രാധിക അടങ്ങി ഒതുങ്ങിയിരുന്നു. എന്റെ കമ്പനിയിൽ ഇത്രയും കാലം എന്റെ എച്ചിൽ നേർന്നിട്ട് നീ എനിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നോടാ. നിന്നെ പോലെ 10 പേര് ഞാൻ ദിവസം കാണുന്നാടാ. പറയിലും ചവിട്ടി തെറിപ്പികളൊക്കെ കഴിഞ്ഞിരുന്നു. അടഞ്ഞു കിടക്കുന്ന ഗോഡൌണിന്റെ ഇരുട്ടു തളം കെട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരുവൻ ചോര തുപ്പിക്കൊണ്ട് തെറിച്ചു വീഴുമ്പോൾ അകത്തേക്ക് അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കീറിൽ ഒരു കഷണ്ടി തല വെട്ടിത്തിളങ്ങി. രുദ്രദേവ് വർമ്മ. ആ കിടപ്പിൽ അയാളുടെ ചുണ്ടുകൾ ആ പേര് തിട്ടപ്പെടുത്തി. രുദ്രേട്ട വിട്ടേക്ക്, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. രുദ്രദേവ് വർമ്മയുടെ പുറകിൽ നിന്ന് മുന്നിലേക്ക് കയറി വന്നു മധു രാജഗോപാലും. വന്നപാടെ മധു നിലത്തെടുക്കുന്നവരുടെ നെഞ്ചിൽ ആഞ്ഞൊട്ടി. പറയടാ, നീ ഏത് കമ്പനിയുടെ ചാരനാ? അയ്യോ സാറുമാര്, എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊരു കമ്പനിയുടെ ചാരനല്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അപ്പോഴാണ് ഒരു കോള് വന്ന് രുദ്രദേവ് വർമ്മ പകലേക്ക് മാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ മധു രാജഗോപാലും നിലത്ത് കിടക്കുന്നവരുടെ അടുത്തേക്ക് മുട്ടുമടക്കിയിരുന്നു. എടാ എരപ്പേ, രുദ്രേട്ട അറിയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞല്ലേ, പിന്നെന്താ ഉണ്ടായി? വായിൽ കിരിഞ്ഞ ചോര പുറത്തേക്ക് തുപ്പി അയാൾ രുദ്രദേവിനെ നോക്കി. ഇല്ല, ഇങ്ങോട്ടേക്ക് നോക്കുന്നില്ല. ഫോണിൽ മാത്രമാണ് ശ്രദ്ധ. ആ ഡ്രൈവർ എന്നെ ഒറ്റിയതാ സാർമാരെ. നിങ്ങൾ പറഞ്ഞ പോലെ രുദ്രസാറിന്റെ പുതിയ കോറിയുടെ പെർമിറ്റിലെ പേപ്പറുകൾ ജിയോളജിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ വാങ്ങിയ സ്ഥലത്തിന്റെ പേപ്പറുകൾ ഞാൻ സബ്മിറ്റ് ചെയ്താ. ഒപ്പം നാട്ടുകാരെ കൊണ്ട് രുദ്രസാറിന്റെ എതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുപ്പിച്ചു. ഇനി ആ കോറി തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. അതേസമയം നിങ്ങളുടെ കോറിയുടെ പേപ്പറുകളെല്ലാം ഏകദേശം റെഡിയാവുകയും ചെയ്തു. ആ വിവരം ഫോൺ വഴി ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് രുദ്രസാറിന്റെ ഡ്രൈവർ കേട്ടു. ഭാഗ്യത്തിന് ഞാൻ ഫോണിലൂടെ നിങ്ങളുടെ പേരുകൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ആരെന്നെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് അറിയുന്നവര് സാറ് തല്ലിച്ചതൊക്കെ തന്നെ. 2 അടി കൂടി കിട്ടിയാൽ ഞാൻ എല്ലാം പറഞ്ഞു പോകും. അറിയാതെ നിങ്ങളുടെ പേരിൽ എൻ്റെ വായിന്ന് വീണു പോകും.
എനിക്ക് പേടിയാ സാറുമാര്. ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തന്റെ നിസ്സായതോർത്തുകൊണ്ട് അയാൾ പറഞ്ഞുപോയി. രുദ്രദേവ് അറിയാതെ മധുവും രാജഗോപാലൻ ചേർന്ന് പുതിയൊരു കോറിക്കായി സ്ഥലം വാങ്ങിയിരുന്നു. ഒപ്പം രുദ്രദേവ് വർമ്മയുടെ കോറിയുടെ പെർമിറ്റ് റദ്ദാക്കാൻ വേണ്ടി കള്ളക്കളിയും കളിച്ചു. കൂടെ നിന്ന് ചതിക്കുന്ന സ്വന്തം സഹോദരിയുടെ ഭർത്താക്കന്മാരായാൽ പോലും രുദ്രദേവ് അവരെ വെച്ചേക്കില്ല. ഒറ്റിക്കൊടുത്ത കൊല്ലുന്നിനെ അറിയാലോ നിനക്ക് ഞങ്ങളെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ സാറേ? രക്ഷിക്കണം സാറേ, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വീട്ടിൽ ഭാര്യയും പിള്ളേരൊക്കെ ഉള്ള ഒന്നിലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. അയാൾ കൈകൂപ്പി കരഞ്ഞുപോയി. ഇറങ്ങി ഓർഡറോ, ഈ ദേശത്ത് നിന്നെയോ നിന്റെ കുടുംബത്തെ കണ്ടുപോരുത്. രുദ്രേട്ടൻ ഫോൺ ചെയ്ത് വരുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടാൻ നോക്ക്. മധു പറയുന്നു കേൾക്കേണ്ട താമസം. മറുത്തൊന്നും ചിന്തിക്കാതെ അയാൾ പ്രാണനും കൊണ്ട് ഓടി. മധു, ഇവൻ നാളത്തെ സൂര്യോദയം കാണരുത്. രാജഗോപാൽ മുരളും പോലെ പറഞ്ഞു. മധു ചിരിച്ചു. RV ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നത് ഖനനം, കോറി പ്രവർത്തനങ്ങൾ, നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ക്രഷറി യൂണിറ്റുകൾ, ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഒരു ബിസിനസ് സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അമരക്കാരനാണ് രുദ്രദേവ് വർമ്മ. അളിയന്മാർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ വലങ്കയ്യായി RV ഗ്രൂപ്പ്സിന്റെ തലപ്പത്തുള്ള പൊസിഷനിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പോൾ തലകൊയ്യാൻ കാത്തു. മാൻഷന്റെ പോർട്ടിക്കോയിലേക്ക് ചീറിപ്പാഞ്ഞെത്തിയ ഒരു ബെൻസ് കാർ. മുന്നിൽ നിന്ന് മധുവും പുറകിൽ നിന്ന് രാജഗോപാലിന് രുദ്രദേവ് വർമ്മയെ ഇറങ്ങി. മൂവരും ഫുൾ എക്സിക്യൂട്ടീവ് അറ്റയറിലായിരുന്നു. മൂന്നുപേരും ആളിലേക്ക് കടന്നു. ജാനകി ഒഴികെയുള്ളവർ ബഹുമാനത്തോടെ എഴുന്നേറ്റു. ആർക്ക് ആരോട് ബഹുമാനം എന്നൊന്നും പറയാൻ പറ്റില്ല. വെറുതെ ഒരു ദുശീലം, അത്ര തന്നെ. രുദ്രദേവ് വർമ്മയ്ക്ക് തന്റെ അമ്മയെ പോലെ മൂക്കിന്റെ തുമ്പത്താണ് ദേഷ്യം. വൈരിനെയും വാമികയും ഭാര്യ ദേവികയൊക്കെ വരച്ചവരിൽ നിർത്തുന്ന ഒരു മുതല്. സ്നേഹവും കെയറിംഗ് എല്ലാം പ്രകടിപ്പിക്കുന്നത് അതീവ ദേഷ്യത്തിൽ തന്നെയാണ്. വൈരിനെത്തിയില്ലേ ദേവികെ? അയാളുടെ പരിക്കം സ്വരം അവിടെ മുഴങ്ങി കേട്ടു. ഇപ്പൊ എത്തി രുദ്രേട്ടാ. ദേവിക്ക് എപ്പോഴും അദ്ദേഹത്തോട് ബഹുമാനം കളഞ്ഞൊരു സ്നേഹമാണ്. ഓനെ രുദ്ര. ജാനകിയുടെ സ്വരം ഉയർന്നു. അയാൾ തന്റെ അമ്മയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ഇട്ടിരുന്ന ബ്ലേസർ ഊരി കയ്യിൽ പിടിച്ചു. എന്താ അമ്മേ? വീച്ചൂട്ടൻ ഇനി കുറച്ചു ദിവസത്തേക്ക് ഷൂട്ടിന് വിടണ്ട. ഡ്യൂപ്പില്ലാതെ അവൻ ഓരോന്ന് ചെയ്ത് അപകടത്തിൽ പോയി ചാടുക. ഇനി കുറച്ചു നാള് വീട്ടിൽ കഴിയട്ടെ. അതുപോലെ വിവാഹക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. പെണ്ണന്വേഷിച്ച് പുറത്തേക്ക് പോയേണ്ട കാര്യമൊന്നും ഇല്ലാലോ. 4 പെൺകുട്ടികളെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതിലൊരാളെ ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് അവൻ കെട്ടിയേ മതിയാവൂ. രുദ്രദേവ് വർമ്മ ഇരുത്തി മൂളി. ഉച്ച കഴിഞ്ഞതും ഒരു BMW കൂടി ചീറിപ്പാഞ്ഞു വന്ന് മാൻഷന് മുന്നിൽ നിന്നു. കാർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡേവിഡ് ഇറങ്ങി ഡോർ തുറന്നു കൊടുക്കും മുന്നേ വൈരിൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു. പുറകെ തന്നെ അഞ്ജലിയും വാമികയും ഉണ്ടായിരുന്നു. വൈരിൻ വേഗത്തിൽ നടന്ന് മാൻഷനുള്ളിലേക്ക് കടന്നു. പടകളെല്ലാവരും ഒന്നാകെ പൊതിഞ്ഞു. ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങളും സ്നേഹപ്രകടനങ്ങളും പരിഭവങ്ങളും വന്ന് വീണതോടെ ഒരു നിമിഷത്തേക്ക് വൈരിനാകെ പകച്ചുപോയി. വളർത്തുഗുണം കൊണ്ടാവും ഈ ഡയലോഗ് എപ്പോഴും ചെക്കനെ നാവിനെ തഴുകി കടന്നു പോവാറുണ്ട്. ഇപ്പോഴും മനസ്സിൽ ആ മന്ത്രം തന്നെയാണ് അവൻ സ്മരിച്ചതും. ദേവികയും ജാനകിയും ഒഴികെയുള്ളവരാണ് വൈരിന്റെ ചുറ്റിന് ഇപ്പോൾ ഉള്ളത്. 3 പെൺതരികൾ പ്രണയത്തോടെ അവനെ നോക്കി നിന്ന് വെള്ളമിറക്കുകയാണ്. പ്രിയയും വർഷയും വശ്യമാർന്ന നോട്ട അവന് നേരെ എറിയുമ്പോൾ രാധിക നാണത്തിന്റെ അങ്ങേയറ്റം കണ്ട പോലെ തകർക്കുകയാണ്. അഞ്ജലിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ അവസ്ഥയാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഏതാണ്ട് 4 ഒരുപോലെയായിരുന്നു. അഞ്ജലി ഒറ്റ സിനിമ കൊണ്ട് ഫേമസ് ആയതും കേരളക്കര തന്നെ അവളെ വൈരിന്റെ പെണ്ണാക്കി മാറ്റി. എല്ലാവരും ഒന്ന് മാറുമോ? അവരൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അവന്റെ ദേഹത്ത് മുറിവുണ്ട്. അഞ്ജലിയുടെ അധികാരഭാവം ബാക്കി 3 പേർക്ക് അത്ര രസിച്ചില്ല. അച്ഛമ്മേ വിളിച്ചുകൊണ്ട് വൈരി മുന്നോട്ട് കിടന്നു. രാധികയുടെ ഷോൾഡറിൽ അറിയാതെ അവരൊന്ന് ഇടിച്ചു മാറി. ആ രാധികയുടെ ഏങ്ങൽ ആ ആള് മുഴുവൻ ഉയർന്നു കേട്ടു. തല്ലി കൊല്ലടി ആ ഏപ്പടത്തിലെ നായികയെ. സ്വതവേ ദേഷ്യക്കാരിയാണ് പ്രിയ. ആളെ ചൂട് പിടിക്കാൻ വേണ്ട രാധിക ദിവസം അങ്ങോട്ട് ഇട്ടു കൊടുക്കാറുണ്ട്. എല്ലാം കേട്ടും കണ്ടും വശം കിടന്ന് ശരിക്കും വിറ്റകളുടെ ഒരേ ഒരു നാത്തൂന് വാമികയാണ്. അച്ഛമ്മയുടെ വീച്ചൂട്ടം വന്നോ? നോക്കട്ടെ എന്റെ കുട്ടിയുടെ ദേഹം ഒത്തിരി മുറിഞ്ഞോ? ഇനി എങ്ങോട്ടും വിടില്ല ഞാൻ നിന്നെ. അയ്യോ ചതിക്കല്ലേ എന്റെ പൊന്നെ. നെക്സ്റ്റ് വീക്കൂടെ ഷൂട്ട് തീരുവാ. എനിക്ക് തിരിച്ചു പോകണം. ഞാൻ കാരണം എല്ലാം മുടങ്ങിക്കിടക്കുക. അച്ഛമ്മയുടെ മുന്നിൽ മാത്രം അവൻ പഴയ വിഷ്ണുവായി മാറി നോക്കി എല്ലാവരും നിന്നു. ദേവിക തന്റെ മകനെ നോക്കിയെന്നില്ലാതെ അടുത്തേക്ക് പോയില്ല. അച്ഛമ്മയുടെ ഊഴം കഴിയാതെ അവൻ തന്റെ അടുത്തേക്ക് വരില്ലെന്ന് അവർക്കറിയാം. അച്ഛമ്മയുടെ മുന്നിൽ നിന്ന് വിട്ടുമാറി അവൻ എല്ലാവരെയും നോക്കി. അമ്മാവന്മാരെയും അമ്മായിമാരെയും തന്റെ പെൺതരികളെയും ഒക്കെ. ആ നോട്ടം ഒന്ന് കിട്ടാനെന്ന വണ്ണം അവളുമാരും കാത്തു നിന്നു. ദേവിയുടെ അടുത്തേക്ക് പോകും മുമ്പ് അവൻ അഞ്ജലിയെയും വാമികയെയും നോക്കി ഗൗരവത്തിൽ തലയാട്ടി അടുത്തേക്ക് വിളിച്ചു. ഫ്ലാറ്റിൽ നടന്നങ്ങാൻ ഇവിടെ അറിഞ്ഞ രണ്ടിനെയും പച്ച കൊളുത്തു ഞാൻ. മനസ്സിലായല്ലോ? എല്ലാവരും നോക്കിയൊക്കെ തന്നെ ആരും കേൾക്കാതെ അവരോടായി അവൻ പറഞ്ഞു. രണ്ടാളും വേഗത്തിൽ തലയാട്ടി സമ്മതിച്ചു. അഞ്ജലി നോക്കുമ്പോൾ വർഷയും രാധികയും പ്രിയ അഞ്ജലിയെ തന്നെ നോക്കി നിൽപ്പാണ്. ഇവളോട് എന്താവാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നോർത്ത് അവരെ ധരിപ്പിക്കാനെന്ന വണ്ണം അഞ്ജലി ഇല്ലാത്ത നാണം അഭിനയിച്ചു കാട്ടി. ഈ വൈരിന്റെ ഒരു കാര്യം രഹസ്യം പറച്ചിലും കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്.
പിന്നീട് ആരോടൊന്നും സംസാരിക്കാതെ വൈദ്യൻ ദേവികയുടെ തോളിലൂടെ കൈ ചേർത്ത് സ്റ്റെയർ കയറി മുകളിലേക്ക് നടന്നു. അച്ഛനോട് അമ്മേ? ഇപ്പൊ റൂമിലേക്ക് പോയതേ ഉള്ളൂ. വന്നയുടനെ നീ വന്നോന്ന് അന്വേഷിച്ചു. പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞേക്കാനുള്ള നീ എന്നോട് പറയണ്ട. ബാംഗ്ലൂരിൽ വെച്ച് നടന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാനോട് പറഞ്ഞേക്കണം, കേട്ടല്ലോ? അവനൊന്ന് പുഞ്ചിരിച്ചു. അമ്മയോട് പറയാൻ നിവൃത്തിയില്ലെന്ന് അവനറിയാം. തറവാടിലെത്തിയിട്ട് ഒരാഴ്ചയായി. മുറിയിൽ ചടഞ്ഞുകൂടിയിരിക്കാൻ തുടങ്ങിയിട്ട് അത്ര തന്നെ ദിവസങ്ങൾ. അടുക്കും ചിട്ടയിലും വ്യക്തമായ കാഴ്ചപ്പാടിലും നൂലിഴ മാറാതെ ജീവിച്ചുകൊണ്ടിരുന്ന തന്റെ ജീവിതം 1 മാസത്തിൽ കൂടുതലായി താളം തെറ്റാൻ തുടങ്ങിയിട്ട്. അന്നും ഇന്നും ഒരുവൻ കാരണം വൈര്യൻ എന്ന സിനിമാ നടൻ കാരണം തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. വെറും ഒരു ക്രഷായിരുന്നില്ല തനിക്കവൻ. ഏകയുടെ ഉള്ളു കിടന്ന് പിടച്ചു. നോട്ട്ബുക്കും ഡയറിയും മറികടന്ന് ആളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയ അന്നേ ദിവസം ഏകയുടെ ജീവിതത്തിൽ വൈര്യന്റെ സ്ഥാനം എല്ലാത്തിനും ഒരുപടി മുകളിൽ കയറിയിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയം കളരിപ്പയറ്റിൽ വെറും കൈ പറ്റി തെളിഞ്ഞതും തന്റെ മകളെ പോലെ കാണുന്ന തന്റെ ആശാൻ ഒരു സമ്മാനം തന്നു. അദ്ദേഹത്തിന്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുകൊടുത്ത ഒരു സ്മാർട്ട് ഫോൺ. ആവേശമൂത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തു. സ്വന്തം ഫോട്ടോയോ പേരോ ഒന്നും വെക്കാതെ ക്രഷ് എന്നൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതും ഒരുവനെ മാത്രം ടാർഗറ്റ് ചെയ്തു. വൈര്യൻ രുദ്രദേവ് വർമ്മ എന്ന അവന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് ഡെയിലി മെസ്സേജ് അയക്കും. ആദ്യം ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളിൽ തുടങ്ങി പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ലഞ്ച് കഴിച്ചോ, ഡിന്നർ കഴിച്ചോ എന്നൊക്കെയായി മെസ്സേജ് പുരോഗമിക്കുമ്പോൾ കോളേജിലെ ചങ്കുകൾ അറഞ്ചം പുറഞ്ചം കളിയാക്കി. എവിടെ തനിക്ക് 4 വയസ്സിൽ തലക്ക് പിടിച്ചാണ് വൈര്യൻ എന്ന ഭ്രാന്ത്. ഫേസ്ബുക്കിൽ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ ഏക്കൊരു റീസൺ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾക്കറിയാം. ഫേസ്ബുക്ക് കുറച്ച് പഴയതായ കാരണം അധികാരം ചിലപ്പോൾ അതിലേക്ക് മെസ്സേജ് അയക്കാറില്ലായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. 1 വർഷം അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം താനൊരു വലിയ മെസ്സേജ് അയച്ചു. ഡോ സൂപ്പർ സ്റ്റാറേ, താൻ ആരാടോ? വലിയ സൂപ്പർ ഹീറോയോ? തനിക്ക് പാവങ്ങളൊന്നും പറ്റില്ലേ? സിനിമയിലൊക്കെ താൻ വലിയ റൊമാൻറ്റിക് ആണല്ലോ. ഒരു ഹായ് തിരിച്ചയച്ചാൽ തന്റെ കൈ കിടക്കുന്ന ഇടിവള ഊരി താഴെ വീഴോ? താൻ സിനിമയിലൊക്കെ ഭയങ്കര ഫൈറ്റ് ആണല്ലോ. ഡ്യൂപ്പിന് വെച്ചാവല്ലേ ഷൂട്ടിന്ന്? എന്നിട്ട് ക്രെഡിറ്റ് മുഴുവൻ കിട്ടുന്ന തനിക്കും കൊള്ളാം. ശരിയാ, ഇല്ലെങ്കിലും മൂക്ക് കുത്തി താൻ താഴെ വീഴില്ലേ? ആ മെസ്സേജ് അയച്ചോ പെട്ടെന്ന് തന്നെ മെസ്സഞ്ചറിൽ ആ സീൻ കാണിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. ആ സമയം നെഞ്ചൊന്ന് കാളി. അപ്പുറത്ത് ആരോ ടൈപ്പ് ചെയ്യുന്ന കുളുകുളോ ശബ്ദം കേൾക്കുന്നു. ഒപ്പം 3 കുത്തുകൾ താളത്തിൽ അങ്ങനെ ഓളം വിട്ടുന്നു. ആ കുത്തുകളെ പോലെ തന്റെ ഹൃദയവും തുള്ളിച്ചാടിപ്പോയൊരു നിമിഷം. പക്ഷേ റിപ്ലൈ ഒന്നും വന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. താൻ വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ മെസ്സേജ് പരിപാടി തുടങ്ങി. ഒരു കാറിൽ 4 ഗുണ്ടകൾക്ക് നടുവിലിരിക്കുന്ന നായിക. കുതറിപ്പിടയുന്ന നായികയെ ഗുണ്ടകൾ അമർത്തി വെക്കുന്നുണ്ട്. BMW M1000 RR ബൈക്കിൽ ഫുൾ ബ്ലാക്ക് എറ്ററിൽ കാറിനെ ചേസ് ചെയ്യുന്ന ഹീറോ. അതാണ് സീന്. ഡ്യൂപ്പ് സെയിം ബ്ലാക്ക് കോസ്റ്റ്യൂമിൽ റെഡിയായി നിൽക്കുമ്പോഴാണ് വൈര്യൻ അവിടേക്ക് വന്ന് ഡ്യൂപ്പ് എന്ന പയ്യന്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ഡയറക്ടർ ഉൾപ്പെടെ അവിടെ കൂടിയ എല്ലാ ക്രൂ മെമ്പേഴ്സും ഒന്ന് ഞെട്ടി. മാനേജർ ജയറാം വൈര്യന്റെ അടുത്തേക്ക് ഓടി വന്നു. സർ വേണ്ട, ഈ സീനിൽ റിസ്ക് ഫാക്ടേഴ്സ് വളരെ കൂടുതലാ. മാത്രമല്ല ബൈക്ക് ഇത്രയും സ്പീഡിൽ ഓടിച്ച് സാർ എക്സ്പീരിയൻസ്ഡ് അല്ല. സോ നമുക്ക് മിസ്റ്റർ ജയറാം, എനിക്ക് ഡ്യൂപ്പിന്റെ ആവശ്യം എപ്പോഴാണ് വേണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ. സോ ഡോണ്ട് സ്പോയിൽ മൈ മൂഡ്. ശരിയാണ്, ലിപ് ലോക്ക് സീനുകളിൽ നായികയുമായിട്ടുള്ള ഇന്റിമേറ്റ് സീനുകൾ മാത്രമാണ് വൈര്യൻ ഡ്യൂപ്പിന്റെ ആവശ്യം പറയാറ്. കൂടുതൽ എതിർത്താൽ സിനിമ അടുത്ത കൊല്ലമേ പുറത്തിറങ്ങുമെന്നറിയാം. കളഞ്ഞിട്ടൊരു പോക്ക് പോകും അവൻ. അതുകൊണ്ട് വൈര്യനെ തടയാൻ ആരും തയ്യാറാവില്ല. പക്ഷേ ജയറാമിന്റെ കരിനാക്കുള്ള പോലെ ബൈക്കിൽ ചീറിപ്പാൻ ചേസ് ചെയ്യുന്നതിനിടെ ബൈക്ക് സ്കിഡായി വൈര്യൻ ദൂരേക്ക് തെറിച്ചു വീണു. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിലും വലുതുകാലം ഉളുക്കി ബാൻഡേജ് ഇടേണ്ടി വന്നു. റൂമിൽ റെസ്റ്റ് എടുക്കുന്ന സമയം ഫോൺ കയ്യിലെടുക്കുമ്പോഴാണ് മെസ്സഞ്ചറിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ നിർത്താതെ വരുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്നും നോക്കാതെ എല്ലാം ഡിലീറ്റ് ആക്കാറാണ് പതിവ്. ഇൻസ്റ്റാഗ്രാം ഉള്ള കാരണം FB അധികം ഉപയോഗിക്കാറില്ല അവൻ. എങ്കിലും ദേഷ്യമൊന്നും ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല. ആരാധികമാരുടെ മെസ്സേജുകളാണ് കൂടുതൽ വരാറുള്ളത്. റീപ്ലൈ തരാമോ എന്നും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളും മാരേജ് പ്രപ്പോസലുകളൊക്കെ അതിലുണ്ടാവും. എന്നത്തെയും പോലെ അന്ന് ഒന്നും നോക്കാതെ മെസ്സഞ്ചർ ക്ലിയർ ചെയ്ത് വിട്ടു. ആ സ്പോട്ടിൽ തന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നൊരു മെസ്സേജ് അറിയാതെ അവന്റെ വിരൽ തട്ടി ഓപ്പണായി. അവൻ അതിലേക്ക് കണ്ണു വായിച്ചു. ഡോ സൂപ്പർ സ്റ്റാറെ, താൻ ആരാടോ? വലിയ സൂപ്പർ ഹീറോയോ? തനിക്ക് പാവളൊന്നും പറ്റില്ലേ? സിനിമയിലൊക്കെ താൻ വലിയ റൊമാൻറ്റിക് ആണല്ലോ. ഒരു ആയി തിരിച്ചയച്ചാൽ തന്റെ കൈ കിടക്കുന്ന ആ ഇടിവള ഊരി താഴെ വീഴോ? താൻ സിനിമയിലൊക്കെ ഭയങ്കര ഫൈറ്റ് ആണല്ലോ. ഡ്യൂപ്പിന് വെച്ചാവല്ലേ ഷൂട്ടിന്ന്? എന്നിട്ട് ക്രെഡിറ്റ് കിട്ടുന്ന മുഴുവൻ തനിക്ക് കൊള്ളാം. ശരിയാ, ഇല്ലെങ്കിൽ മൂക്കും കുത്തി താഴെ വീഴില്ലേ താൻ? ഏകാ മെസ്സേജ് അയച്ചു പെട്ടെന്ന് തന്നെ സീൻ കാണിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ആ സമയോടെ നെഞ്ചൊന്ന് കാളി. അപ്പുറത്ത് ആരോ ടൈപ്പ് ചെയ്യുന്ന കുളുകുളു ശബ്ദം കേൾക്കുന്നു. ഒപ്പം 3 കുത്തുകൾ താളത്തിൽ അങ്ങനെ ഓളം വിട്ടുന്നു. ആ കുത്തുകളെ പോലെ അവളുടെ ഹൃദയം കിടന്ന് തുള്ളിപ്പോയി. മെസ്സേജ് വായിച്ചോളും വൈര്യൻ ആദ്യം നോക്കിയത് തന്റെ കാലിലാണ്. ഡ്യൂപ്പിൽ ആദ്യം ഏത് അഡ്വഞ്ചർ സീനുകൾ സ്വന്തമായിട്ട് അഭിനയിച്ചു പോലിപ്പിക്കുന്ന താനാണ് ഇനി ഇത്രയും ആൾക്കാർ നോക്കിയൊക്കെ ബൈക്കിൽ നിന്ന് വീണ്. പോരാതിന് മീഡിയ ഫുൾ ഏറ്റെടുത്ത് നാറ്റിച്ചു. അവന് മുഷ്ടിയിട്ടുണ്ട്. നിന്റെ അച്ഛനല്ലിടിപ്പുള്ള എനിക്ക് ഡ്യൂപ്പ് ഇടുന്നത്. അവനിന്ന് വന്നില്ല. അതുകൊണ്ട് നിന്നെ മറ്റവനെ പറഞ്ഞിട്ട് എനിക്ക് മൂക്കും കുത്തി താഴെ വീഴാതെ അഭിനയിക്കായിരുന്നു. ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേഗത്തിൽ അവൻ ടൈപ്പ് ചെയ്തു. അടുത്തുനിന്ന് ജയറാമൻ പറയുന്നത് നല്ലപോലെ കേട്ടു. വൈര്യൻ സർ, എന്തായി കാണിക്കുന്നത്?
അങ്ങനെയൊന്നും ചെയ്യരുത്. ഈ മെസ്സേജുകളൊക്കെ വെച്ച് ഇവളുമാര് വലവിരിക്കും. പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടിയായത്. പിന്നെ പെണ്ണാണാണോ എന്നൊന്നും അറിയില്ല. നമ്മളെ ചൊടിപ്പിക്കാൻ ഇവർ പലതും പറയും. സാറാണ് ഈ കത്തി നിൽക്കുന്ന സമയ. നമ്മൾ പ്രതികരിക്കാനെങ്ങാനും പോയാ ആ മെസ്സേജുകൾ ഇവളുമാര് അല്ലെങ്കിൽ യുവമാര് സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യും. എന്തിനാ വെറുതെ റിപ്ലൈ കൊടുക്കാൻ പോകുന്നത്? അങ്ങ് ബ്ലോക്ക് ചെയ്യൂ സാർ. അതീവ ദേഷ്യത്തിൽ തന്നെ വൈര്യം ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. മറുതിരക്കിൽ ആരോ ടൈപ്പ് ചെയ്യുന്നത് നോക്കി ഏക കാത്തു നിന്നു. പക്ഷെ റിപ്ലൈ ഒന്നും വന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞതും ആൾ വീണ്ടും ഒരു ഉളുപ്പില്ലാ മെസ്സേജ് പരിപാടി പിന്നെയും തുടങ്ങി. വൈരിന് ആ അക്കൗണ്ട് പരിശോധിക്കാൻ തിരക്കിലായിരുന്നു. ക്രഷ് എന്ന അക്കൗണ്ടിൽ മറ്റാരും ഫ്രണ്ടായിട്ടില്ല. തന്നെ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. താൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫോട്ടോകൾക്കും കമന്റ് ഇട്ടിട്ടുണ്ട്. അവൻ പല്ലടിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയിരുന്നു. എന്നാലും ഈ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജുകൾ വന്നു തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ലെന്ന് അവന് മനസ്സിലായി. ഒന്നും നോക്കാതെ എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവണം ഈ അക്കൗണ്ടിൽ നിന്ന് വന്ന മെസ്സേജുകൾ താൻ മുന്നേ കാണാതെ പോയത്. പോകെ എല്ലാ ദിവസവും മെസ്സേജുകൾ പതിവായി. പക്ഷെ പിന്നീട് വന്ന മെസ്സേജുകളിലൊക്കെയും സ്നേഹവും കരുതലും നിറയുന്നത് അവരുടെ ദേഷ്യത്തിന് അല്പം ശമനം ഉണ്ടാക്കി. ജിമ്മിൽ പോയി വരുമ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ മെസ്സേജുകൾ വന്നു കിടക്കുന്ന പതിവായി. ഈ അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജ് ഒഴികെ മറ്റെല്ലാം പഴയതുപോലെ ക്ലിയർ ചെയ്ത് വിട്ടു. സൂപ്പർ സ്റ്റാറെ, താൻ വല്ലതും കഴിച്ചോ? ഓ, തനിക്ക് ഡയറ്റ് ഫുഡ് ആവുമല്ലേ? ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ഉരുട്ടിക്കയറ്റുന്നല്ലേ? അതോ എല്ലാം വെച്ചിട്ടാണോ? അല്ല, ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാം പ്രൊജക്ട് ചെയ്തങ്ങ് നിൽക്കുമല്ലേ? എന്തായാലും വല്ലതും വലിച്ചുവാരി തിന്നാൻ നോക്ക്. മെസ്സേജ് സെൻഡ് ചെയ്ത ശേഷം ആൾ കണ്ണു നട്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതും ആ മെസ്സേജ് സീനായി. ഇരുന്നിരുന്ന് ചാടി എഴുന്നേറ്റ് ആൾ 2 സ്റ്റെപ്പ് ഇട്ടു. വിത്തൗട്ട് മ്യൂസിക്. അയച്ച മെസ്സേജ് വീണ്ടും വീണ്ടും വായിച്ച് തൃപ്തി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ അയച്ച മെസ്സേജിൽ ഒരു അശ്ലീലം മണത്തത്. ദേവിയെ, എന്തൊക്കെയാ ഞാൻ ടൈപ്പ് ചെയ്ത്? ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് വന്ന ശേഷം ഫ്ലാറ്റിൽ വന്നാണ് വൈരി. വാഷ്റൂമിലെ മിററിൽ തന്റെ ആകാരം ഒടിവത്ത 6 പാക്ക് ബോഡി നോക്കിയിരുന്ന സ്വയം അഭിമാനം കൊണ്ട നിമിഷം അവന്റെ ചുണ്ടിൽ അഹങ്കാരത്തോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വെറുതെ ഫോൺ കയ്യിലെടുത്ത് നോക്കിയതും കണ്ടു ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ, തമലം കഴിച്ചോ? ഓ, തനിക്ക് ഡയറ്റ് ഫുഡ് ആവുമല്ലേ? ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ഉരുട്ടിക്കയറ്റുന്നല്ലേ? അതോ എല്ലാം വെച്ചിട്ടാണോ? അല്ല, ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാം പ്രൊജക്ട് ചെയ്ത് നിൽക്കുമല്ലേ? എന്തായാലും വല്ലതും വലിച്ചു വാരി തിന്നാൻ നോക്ക്. വീണ് ദേഷ്യം അവന്റെ ഉച്ചയിൽ ഇരച്ചു കയറി. നാശം, ഇതൊരു പെണ്ണ് തന്നെയാ. നീ എന്നെ മറ്റേടത്ത് നോക്കണടി കോപ്പേ. വെച്ച് കെട്ട് പോലും. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് നീ വാ. വെച്ച് കെട്ടാണോ അല്ലയെന്ന് ഞാൻ തെളിയിച്ചു തരാം. അവൻ സ്വയം പറഞ്ഞുപോയി. കുളി കഴിഞ്ഞിറങ്ങി ഒരു ഗ്രേ കളർ സ്ലിം ഫിറ്റ് ടീഷർട്ടും ട്രാക്ക് പാനും ധരിച്ച് അവൻ വാർഡ്രോബിന്റെ മിററിൽ ഒരിക്കൽ കൂടി നോക്കി. അപ്പോഴും അവസാനം വന്ന മെസ്സേജ് ഓർത്ത് അവനാകെ അസ്വസ്ഥനായിരുന്നു. ഫോണുമായി ആളിൽ വന്ന് TV ഓൺ ചെയ്തിരിക്കുമ്പോഴാണ് തന്റെ ഒരു റൊമാൻറ്റിക് സോങ് TV-യിൽ കാണുന്നത്. അല്പനേരം നോക്കിയിരുന്ന ശേഷം ഫോൺ കയ്യിലെടുത്ത് നോക്കുമ്പോൾ വീണ്ടും ഒരു മെസ്സേജ് കൂടി വന്നിരിക്കുന്നു. അതെ, സൂപ്പർ സ്റ്റാർ, ഒരു കയ്യബദ്ധം. തെറ്റിദ്ധരിച്ച് എന്നെ ആ കണ്ണിൽ കാണരുത്. ഞാൻ ഉദ്ദേശിച്ചത് തന്റെ മസിൽ മാത്രമാ. വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. സത്യം, നോക്കിയിട്ട് കൂടിയില്ല. സത്യം. അവന്റെ ചുണ്ടിന്റെ കോണിൽ എവിടെയോ ഒരു ചിരിമിന്നി. മീശയും താടിയും തടവി അവൻ ആ മെസ്സേജിൽ നോക്കി അങ്ങനെ ഇരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഉറക്കമുടന്നാൽ ഉടനെ ആദ്യം തന്നെ അവന്റെ ഫോട്ടോ നോക്കാതെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കില്ല ഏക. എന്തൊരു ചിരിയാടാ തൻ്റേത്. താൻ ഉണരുമ്പോൾ ഫസ്റ്റ് പോയി സ്വയം മിററിൽ നോക്കണം കേട്ടോ. കടിച്ച് തിന്നാൻ തോന്നുക തന്നെ. സൂപ്പർ സ്റ്റാറിന് ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ. ബൈ, ക്രഷ്. അവൾ ഈ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഇന്ന് അവൻ ജിമ്മിലാവാറാണ് പതിവ്. ജിമ്മിൽ നിന്നും ഫ്ലാറ്റിലെത്തി വാഷ്റൂമിൽ നിൽക്കുമ്പോഴാവും അവനവളുടെ മെസ്സേജുകൾ വായിക്കുക. സൂപ്പർ സ്റ്റാറിന് ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ. ബൈ, ക്രഷ്. അവൻ സ്വയം പറഞ്ഞോടൊന്ന് ചിരിച്ചു. നിനക്കെന്നെ കണ്ടിച്ചു തിന്നണോ? കണ്ണാടിയിൽ നോക്കി അവൻ മീശ വിരിച്ചു. ഒരു ദിവസം ഏക എന്നത്തെയും പോലെ അവന്റെ IB പേജിൽ കയറി നോക്കിയ സമയം അവന് ലേറ്റസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാറിൽ 2 പേരുടെ നടുവിൽ മുഖം താഴ്ത്തി ഫോണിൽ നോക്കിയിരിക്കുന്ന വൈരിന്റെ ഒരു ഫോട്ടോ. ക്രഷേ, എന്തൊരു ലുക്കാണോ താൻ? അതെ, താൻ ഇന്നൊരു ഫോട്ടോ ഇട്ടില്ലേ? ആ ഫോട്ടോ ക്ലിയർ അല്ല. കാറിൽ ആരാ തൻ്റെ ഒപ്പം? ആ തടിയന്മാർക്കിടയിൽ മുഖം കുനിച്ച് താൻ ഫോണിൽ തോണ്ടി ഇരിപ്പാണല്ലോ. ഇനി ഫോട്ടോ എഴുതുമ്പോഴേ തൻ്റെ മുഖം കണ്ടിരിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.